ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികളുടെ കളിയും ചിരിയൊക്കെ ഇഷ്ടമാണ്. അതിനപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ സ്നേഹം കാണിക്കുന്നത് നമ്മൾ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മിഠായികൾ മേടിച്ചു കൊടുത്താണ്. എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ ഉള്ള വീട്ടിലാവുമ്പോഴത്തേക്ക് നമ്മളിത് ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്രയും കൂടുതൽ അവരെ സ്നേഹിക്കും തോറും നമ്മൾ ഇതേപോലെയുള്ള മധുര പലഹാരങ്ങൾ കൊടുത്താൽ അവരുടെ പല്ലുകൾ കേടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്ക് തന്നെയാണ്. കാരണം അവർ പഠിച്ചു വളർന്ന് നല്ല മിടുക്കികളുമായിട്ട് മാറണമെങ്കിൽ, അവർക്ക് ആരോഗ്യത്തിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ, പ്രതിരോധ ശേഷി വേണമെങ്കിൽ ചവച്ചരച്ച് തിന്നാനും കൂടെ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ അവരുടെ പല്ലുകൾ കേടാവാതെ നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് നോക്കാവുന്നേ ഉള്ളൂ. ഒന്ന്, പല്ല് വരുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ 6 മാസം മുതൽ 1 വയസ്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും പല്ലുകൾ വന്നു തുടങ്ങും, പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. ആ പല്ലുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവരുടെ പല്ലുകൾ പഞ്ഞി നനച്ചിട്ട് തുടച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസ്, നമ്മൾ കുട്ടികളോടുള്ള സ്നേഹം കൂടുതൽ കാരണം നമ്മളെ കൂട്ടത്തിൽ കിടത്തും. രാത്രിയിൽ നമ്മൾ അവരെ ഫീഡ് ചെയ്യും. അവരൊന്ന് കരയുമ്പോൾ തന്നെ, സീലിംഗ് ഫാനിനാണ് മെയിൻ വില്ലൻ. സീലിംഗ് ഫാൻ ഇട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ അവരുടെ വാ ഡ്രൈ ആവും, അവരൊന്ന് കരയും. നമ്മൾ ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ് അത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവര് 1-2 സിപ്പ് എടുത്തിട്ട് അവർ കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് അവരുടെ വായിൽ ആ പാലിൻ്റെ അംശം ഇരുന്നിട്ട് മുകളിലുള്ള പല്ലുകൾ കേടായി പോകാൻ തുടങ്ങും. അപ്പോൾ 6 മാസം 8 മാസം ആകുമ്പോൾ വരുന്ന പല്ലുകൾ വളരെ പെട്ടെന്ന് തന്നെ ആ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെട്ടു തുടങ്ങി ആ പല്ലുകൾ കേടാം. നിങ്ങൾക്കത് ഒരു ബ്രൗണിഷ് കളറിൽ നിങ്ങൾക്കത് കണ്ടു തുടങ്ങാൻ പറ്റും. അപ്പോൾ പലരും വന്നിട്ട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനിച്ചപ്പോൾ മുതൽ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ആ പല്ല് കേടായി തുടങ്ങി എന്ന് പറയും. ആക്ച്വലി അങ്ങനെയല്ല. ഇതിനൊരു പ്രതിവിധിയും കൂടെ പറയാം. നിങ്ങൾ വൺസ് പല്ല് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ പച്ചവെള്ളം കൊടുത്ത് ശീലിച്ചാൽ മതി. 1-2 ദിവസത്തിനുള്ളിൽ അവരത് യൂസ് ആയിക്കോളും. വൺസ് ഉറങ്ങിക്കഴിഞ്ഞിട്ട്, ഉറങ്ങുന്നവരെ, അത് എത്ര മണിയായിക്കോട്ടെ, 10 മണിയോ 11 മണിയോ, കുട്ടികൾ ഉറങ്ങുന്നവരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫീഡ് ചെയ്യാം, കുഴപ്പമില്ല. രണ്ടാമത്തെ സംഗതി, എപ്പോഴും ഇനി പല്ല് കേടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് 3 മാസം 4 മാസത്തിൽ 10 വയസ്സ് വരെ കുട്ടികളെ നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണിച്ചാൽ മാത്രമേ അവരുടെ സ്റ്റാർട്ടിംഗ് ഉള്ള പല്ല് കേടുള്ളത് അറിയാൻ പറ്റുള്ളൂ. അവർക്ക് ഒന്ന് ഡോക്ടേഴ്സ് ചെയറുമായിട്ട് യൂസ്ഡ് ആവാൻ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു പല്ല് പോലും കേടാവാതെ നോക്കാൻ പറ്റും. ഇനി അഥവാ കേടായാൽ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ അടച്ചാലും ആ പല്ല് ലാസ്റ്റിംഗ് കൂടുതലായി കിട്ടും. നമുക്ക് ആ 12 വയസ്സ് വരെ ആ പല്ലുകൾ ആവശ്യം. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ 80% 8-9 വയസ്സിൽ ആ കുട്ടികളിൽ അത് ഡെവലപ്പ് ആവും. 12 വയസ്സാവുമ്പോൾ ഒരു 95% അഡൽട്ട് ബ്രെയിനിൻ്റെ 95% ഡെവലപ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ നന്നായിട്ട് ഫുഡ് ചവച്ചരിച്ച് തിന്നാൻ പറ്റണം. ഒരു പല്ല് കേടുണ്ടെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത് ആ വശത്തെ കുട്ടികൾ ആ വശം കൊണ്ട് ചവയ്ക്കാതിരിക്കും. അവരൊന്ന് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അപ്പോൾ മറ്റേ വശം കൊണ്ട് കുറച്ച് നാൾ ചവയ്ക്കും. അതിലും കേട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്ന കുറയ്ക്കും. അപ്പോൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇവന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല, മിഠായി കഴിക്കും, ജ്യൂസ് കുടിക്കും, ഭക്ഷണം ചവച്ച് തിന്നില്ല എന്ന് പറയും. ആക്ച്വലി അവൻ്റെ വായിൽ പല്ലിന് കേടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ എല്ലാ 3 മാസവും നമ്മൾ അവരെ കാണിച്ചു കൊടുത്താൽ, നൈറ്റ് 10 വയസ്സ് വരെ നിങ്ങൾ ബ്രഷ് ചെയ്യിച്ചു കൊടുത്താൽ നിങ്ങളുടെ കുട്ടികളുടെ പല്ല് നന്നായിട്ടിരിക്കും, അവരുടെ ആരോഗ്യം നന്നായിട്ടിരിക്കുകയും ചെയ്യും. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.